ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനുഷ്യന്റെ ധാർമ്മിക ജീവിതം അതിന്റെ ഉറവിടം കണ്ടെത്തുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ദൈവവിശ്വാസത്തെ മനുഷ്യന്റെ പ്രഥമ കടമയായി വിശേഷിപ്പിക്കുന്നു. അതായത് ദൈവത്തോടുള്ള നമ്മുടെ കടമ അവിടുന്ന് വിശ്വസിക്കുകയും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുക എന്നതാണ്. അതിനാൽ തന്നെ വിവേകത്തോടും ജാഗ്രതയോടും കൂടെ വിശ്വാസത്തെ പോഷിപ്പിക്കാനും സംരക്ഷിക്കാനും അതിന് വിരുദ്ധമായിട്ടുള്ള എന്തിനേയും പരിത്യജിക്കാനും നാം ബാധ്യസ്ഥരാണ്. എന്നാൽ ഈ കാലയളവിൽ കണ്ടുവരുന്ന വിശ്വാസരാഹിത്യം അപകടം നിറഞ്ഞ ഒന്നാണ്. ഇതിനൊരു കാരണം മനഃപൂർവമായ സംശയമാണ്. ദൈവം വെളിപ്പെടുത്തിയതും സഭ നിർദ്ദേശിക്കുന്നതുമായ കാര്യങ്ങളെ സത്യമായി പരിഗണിക്കാതിരിക്കുന്നതോ നിഷേധിക്കുന്നതോ ആണത്. എന്നാൽ മനഃപൂർവ്വമല്ലാത്ത സംശയം എന്നത് വിശ്വാസത്തിനെതിരെ വരുന്ന വാദങ്ങളെ കീഴടക്കുന്നതിലുള്ള പ്രയാസത്തെയും ആകുലതയെയും സൂചിപ്പിക്കുന്നു. ഇതിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, സംശയത്തെ മനഃപൂർവ്വം വളർത്തിയാൽ അത് നമ്മെ ആത്മീയമായ അന്ധതയിലേക്ക് നയിക്കും എന്നതാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2087, 88 എന്നീ ഖണ്ഡികകൾ ഇവ വ്യക്തമാക്കി തരുന്നു. അമാനുഷികമായി എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ നാം ദൈവത്തിൽ വിശ്വസിക്കുകയുള്ളൂ എന്ന മനോഭാവം മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ജീവിതത്തിലെ ചെറുതും വലുതുമായ ഓരോ സന്ദർഭങ്ങളിലും ദൈവസാന്നിധ്യം തിരിച്ചറിയാനും ദൈവസ്നേഹം അനുഭവിക്കാനും നമുക്ക് സാധിക്കണം. അതിനായി സംശയം കൂടാതെ ദൈവത്തിൽ വിശ്വസിക്കാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയ അന്ധതയിൽ നിന്നും ആത്മീയ വെളിച്ചത്തിലേക്ക് ഉയർത്തപ്പെടാൻ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.